കമ്മൽ തരാൻ മറന്നുപോയി ശ്യാമമ്മേ. ഏതാ? ആ കമ്മലിട്ടാ മതിയായിരുന്നു. ഏതാ? എന്റെ കമ്മല്. മറ്റേ കമ്മല്. ഏതാ? ഈ കമ്മലിനൊക്കെ എത്രയോ ഉണ്ട് അമ്മയുടെ. ഏതാടി? വലിയ കമ്മലോ? കിളക്കൊന്നും വേണ്ട, അവിടെ കിടക്കട്ടെ. കുറച്ച് മാറിക്കേ. ഇതൊന്ന് ബ്ലൗസൊക്കെ അമ്മ നേരിട്ട് പോവാണെങ്കിൽ അമ്മയുടെ അളവും കൊടുത്തച്ചാ പോരെ. ബ്ലൗസ് ഇരിക്കട്ടെ. എൻ്റെ ശ്യാമളമ്മയുടെ ഒരു പ്രത്യേകതയാണ്, എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എൻ്റെ തലേദിവസമേ ഡ്രസ്സ് എടുക്കത്തുള്ളൂ, എന്നിട്ട് തയ്ക്കാൻ കൊടുക്കുന്നത്. അമ്മ ആറ്റുകാല് പോകുന്നുണ്ടെന്ന് അമ്മയ്ക്ക് പണ്ടേ അറിയാവുന്നല്ലേ. കഴിഞ്ഞ വർഷമേ അറിയാലോ ഈ വർഷം ഇത് സമയത്ത് ആറ്റുകാലെന്ന്. അപ്പൊ അമ്മയ്ക്ക് പോയി ഡ്രസ്സ് എടുത്ത് തയ്ക്കാലോ. പറഞ്ഞെങ്കിലും എന്റെ ശരീരം എന്റെ പോകാനുള്ള ഒരു എന്തിനാ? 2 പാക്കറ്റ് ഉപ്പും 1/2 കിലോ കടുകും മേടിച്ചോണ്ടിരിക്കും. ഇവിടെ ഒരു പൈസ ഇവിടെ ഒന്നര പൈസ ആണുള്ളൂ. അമ്പലത്തിൽ പോന്നില്ലേ അമ്മ? അമ്പലത്തിൽ പോന്നുണ്ടോ? ഏതമ്പലം? ആ അമ്പലം. യുവാ ഗജനാവിനകത്ത് കാശുണ്ടായിരുന്നോ? പൊടിയുപ്പാണോ? അല്ല, ഉപ്പ് 2 കിലോ എന്നൊക്കെ പറയുമ്പോഴേ അല്ല ചുമക്കുന്നില്ല. ഞങ്ങള് വൈകിട്ട് വെച്ച് ഉപ്പും മേടിച്ചിട്ട് വരാം. വേണ്ട, ഈ പ്രാവശ്യം ഒന്ന് മേടിച്ചോണ്ട് വന്നാൽ മതി. കല്ലിപ്പൂ വേണമെന്നല്ല ചേട്ടാ. ഇങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്യാൻ ഭയങ്കര താല്പര്യമാണല്ലേ. അതെ. അല്ല മതി അമ്മേ. നോക്കാനാ കളവിയായി. എന്റെ കൊച്ചുമോൾക്ക് 15 വയസ്സായി. പിന്നെ സന്തോഷമുള്ളൂ. ബാൻഡേഡ് മേടിക്കണേ. എനിക്ക് 4 കൊച്ചുമക്കളും ഉണ്ട്. എന്റെ കൊച്ചുമക്കൾക്ക് മൂത്തേന് ഇത്രയും പ്രായമുണ്ട്. ഇത്രയും പ്രായം? വലിയ പ്രായമാണത്. ചുമ്മാ ആവശ്യമില്ലാത്ത പറയാതെ. എൻ്റെ അമ്മ ഞാൻ പെൻഷൻ മേടിക്കുന്നുണ്ട്. എനിക്കെന്നെ പ്രായം. പെൻഷൻ മേടിക്കുന്നത് എന്ന് മേടിക്കുന്നു. അമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ അത് പറ. പെൻഷൻ കിട്ടിട്ട് എത്ര മാസമായി? കാക്കമ്മ മരിക്കുന്നതിന് കാക്കമ്മ ഏതായാലും പറയുന്നത് പെൻഷൻ കിട്ടിയില്ല എന്നാന്ന് പറഞ്ഞു. കാക്കമ്മ എന്ന് വഴക്കുണ്ടാക്കുമായിരുന്നേ. കാക്കമ്മയുടെ 5 മാസത്തെ പെൻഷൻ കാക്കമ്മയ്ക്ക് കിട്ടിയില്ല. അയ്യോ പാവം. ആ ഒരു പെൻഷൻ വന്നായിരുന്നു ഇടയ്ക്ക് കണ്ടത്. ഇങ്ങനെ പെൻഷൻ നോക്കിയിരിക്കുന്ന എത്രയോ പേരുണ്ടല്ലേ. ഓ ഇല്ല, പിന്നെ അമ്മയില്ല പെൻഷൻ ഒന്നും എത്തില്ല. അതിന് ചാർജ് കുറവാട്ടോ ഫോണിന്. കാക്കമ്മയുടെ കണ്ണാടി നമുക്ക് ചേരുവോ? ശാംഭവിയേ, ശ്യാമളമ്മേ ഒന്നുമില്ലേ? ആദ്യം പോയി മുങ്ങിട്ട് പോയാ കേറമ്മ. അതെ എടി, അയാ ചെരുപ്പെടുത്ത് കൊടുത്തോ നന്നായി. അല്ലെങ്കിൽ അമ്മ ആ ചെരുപ്പ് ഇട്ടോണ്ട് ഇപ്പൊ പോയേനെ. ഒരു വള്ളി ഇട്ടിട്ടുള്ളൂ. മൗസോ? ഓ ബ്ലൗസ്.
എനിക്കിഷ്ടമല്ല. നീ വേറെ എടുത്തു വെക്കടി. അയ്യോ ഇല്ലാത്ത പോലെ പാവം. വെള്ളം ഒഴിക്കാൻ പറ എന്റെ പൊന്നെ കൊണ്ട് ഇതെന്നാ സാധനം ഇത്? കയ്യന്നെ ഒഴിച്ചിട്ടുണ്ടല്ലോ. നീ പനി അത് ഒന്ന് ആക്കി തരി. മറിക്കേ ഷാമ്പൂട്ടം മറിക്കേ. വൈകിട്ടാണോ കുളിപ്പിക്കുന്നത്? ഷാമ്പൂ ഇപ്പോൾ വൈകിട്ട് കുളിപ്പിക്കുന്നത്. വെറുതെ ഉള്ള പൊടിയും ചെളിയും എല്ലാം ആയിട്ട്. വെള്ളവും നല്ലല്ലേ? ഇങ്ങോട്ട് ഒന്നുമില്ല. അമ്പലത്തിൽ പോയിട്ടല്ലേ വരുന്നേ? ഓക്കെ. ശാംഭവിയെ അമ്മച്ചിയോ. വഴിക്ക് പോകുന്നു. കാറ് വേണോ? നീ പോയി നോക്ക്. ചുമ്മാ അവിടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടല്ലോ. പറഞ്ഞേക്കാം. ഞാനാണോ പറയുന്നേ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഇവളല്ലേ ചുമ്മാ കിടന്ന് കരയുന്നേ? ഞാനാണോ? ഇവിടെ ആരും വന്നില്ല. ശാംഭവിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ എല്ലാരും വന്നുകൊണ്ടിരിക്കണം. ഇതിലേക്കൂടെ ഒരു ബൈക്ക് പോയാൽ ചോദിക്കും ശാംഭവി ആരാ, ഓട്ടോ പോയാൽ ചോദിക്കും ആരാ. എല്ലാരും ഇങ്ങോട്ടാന്നാ ശാംഭവിയുടെ വിചാരം. ശ്യാമളമ്മ വരുമോന്നൊന്നേ എനിക്കറിയത്തില്ല കുട്ടിയെ. പെണ്ണാളെ അയ്യോ നോക്കാം വല്ലതും വരുന്നുണ്ടോന്ന്. അതേ വരുന്നു എൻ്റെ ശ്യാമള അമ്മ. ഇവിടെ നിന്നാ മതി. ഞാൻ വരണോ? അയ്യോ കയ്യിലുണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ ആ ചുമന്ന കൂട് മാത്രമേ കണ്ടുള്ളൂ. എന്നെ ഒന്ന് വിളിക്കണമായിരുന്നു. ഞാൻ താഴെ ഇറങ്ങി വരത്തില്ലായിരുന്നോ? ഞാൻ വിചാരിച്ച അമ്മ ഒരു 2 കവർ ഉപ്പ് 2 കിലോ അല്ലേ? 1 കിലോ അല്ലേ ഒരു ഉപ്പ്? നാരങ്ങ ഉണ്ടായിരുന്നു അമ്മേ? 2 നാരങ്ങ ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ? പതുക്കെ പതുക്കെ. അയ്യേ ചമ്മി കേറിപ്പോക്കോ. ഇവിടെ കയറടി. ആ കൊടുത്തില്ല കൊടുത്തില്ല. ഇല്ല 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 ഇല്ലെന്നാ. ഇല്ല നന്നായി പോയി നന്നായി പോയി നന്നായി പോയി. ഞാൻ പൊക്കോളാന്ന്. എനിക്ക് ചിരിക്കാൻ വയ്യ. ഞാൻ പൊക്കോളാന്ന്. എടി അതൊന്നും ചെയ്യത്തില്ല. ഞാൻ പൊക്കോളാന്ന്. അവളോട് ആര് പറഞ്ഞു അമ്മേ എനിക്ക് വയ്യ ചിരിക്കാം. അത് എന്നാന്നറിയാം, നമ്മ കാല ഇങ്ങനെ ചുമ്മാ പിടിക്കും. ഒന്നും ചെയ്യല്ല ശാമ്പു. അവൻ വന്ന് ചുമ്മാ ഇങ്ങനെ കാലോട് വന്ന് ഇങ്ങനെ കൊക്കുരുമത്തേ ഉള്ളൂ. അയ്യോ ഇതേ അവിടെ നിൽപ്പുണ്ടത്. എന്നാ പോടാന്നോ? എന്നാന്ന് പറഞ്ഞേ? ഇനി ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ സാധനം വരും. ഇനി പോണോ നിനക്ക് താഴോട്ട്? ചെല്ലുന്നേ ഓടിക്കോ, താഴോട്ട് ഓടിക്കോ. അല്ല ഫോൺ ബലടിക്കുന്നു അമ്മയുടെ. പപ്പായ നോക്കട്ടെ, ഞാൻ എടുക്കാവേ. അമ്മ ഇത് പിടിച്ച്. അമ്മ ഇതൊക്കെ ഞാൻ എടുക്കാം. ഹലോ ആ പപ്പ
ഇല്ല ഇത് അമ്മ ഇപ്പോൾ കയറി വന്നതേ ഉള്ളൂ. ആ ഇങ്ങോട്ട് കയറി വന്നേ ഉള്ളൂ. അമ്മ രാവിലെ അമ്പലത്തിലും പോയി കടയിലും കൂടെ പോന്നതേ. ഇപ്പോൾ ഞാനൊന്നിനാ സാധനം എടുത്തോണ്ടതേ കൂടെ കയറി വരുമായിരുന്നു. കയറ്റം കയറിയതാ. ഞാൻ വൈകിട്ട് പോകുന്നുണ്ട് പപ്പാ. ആ ഉണ്ട്. അല്ല ചേട്ടായുണ്ട്. ഞാൻ ചേട്ടൻ കൂടെ പോന്നേ. ആ ആ ആ ആ ഏത് മറ്റേ അത് ചീട്ടെടുക്കുമ്പോൾ ഏത് പൈസയാണോ? അത് ചീട്ടെടുക്കുമ്പോൾ കൊടുത്താൽ മതി. ചീട്ട് വേണമെങ്കിൽ ചീട്ടിന് കൊടുത്താൽ മതി. ആ അല്ലാതെ കൊടുക്കണ്ട. ഇനി അത് ഞാൻ എന്നാന്നറിയോ അമ്മയോട് വെച്ചാൽ അതെന്നാന്ന് വെച്ചാൽ അവിടെ നേഴ്സുമാരോട് ഞാൻ ചോദിച്ചിട്ടേ ഇനി ചീട്ടിനാണോ അത് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ ചെയ്തോളാം. ഞാൻ പോകുന്നുണ്ട്. ഞാൻ ചേട്ടായി വൈകിട്ട് പൊക്കോളാം കേട്ടോ. ആ ആ ആ ആ അത് മേടിച്ചോളാം, കുഴപ്പമില്ല കേട്ടോ. അത് മരുന്ന് ഉണ്ടെങ്കിൽ അന്നേരം അവിടെ നിന്ന് മേടിക്കണമായിരിക്കുമല്ലോ. ആ ആ ഹാ കുഴപ്പമില്ല, അത് ഉണ്ട്. ആ ആ ഞാൻ പോകുന്നുണ്ട്, പൊക്കോളാം. ശരി. അടച്ചായിരുന്നോ? ഇല്ല, ഞാൻ വരാം. ചേട്ടാ വലിയൊരു സംഭവം നടന്നു. ഇനി ജന്മത്ത് ശാംഭവി ഇറങ്ങിപ്പോകത്തില്ല. ഇവളങ്ങോട്ട് ഞാൻ ശാംഭവി അമ്മയെ കണ്ടു കഴിഞ്ഞ് കയറി ഇറന്നിടത്ത് ഇവിടെ ഒറ്റ പോക്ക് താഴോട്ട്. ആ താറാവ് അങ്ങോട്ട് വട്ടം പിടിച്ച് കാർച്ച കേട്ടില്ലേ ഇവിടെ? വലിയ കാർച്ചയായിരുന്നു. അയ്യോ എന്നൊരു കേക്ക്. എന്നിട്ടുണ്ടല്ലോ ഞാൻ എടുത്തിട്ട് താറാവ് ഇവള് പോയി മുന്നിൽ ഇവളെ വിട്ടപ്പോൾ ഇവള് പറയാം ഞാൻ പൊക്കോളാവേന്ന്. താറാവിനോട് ഞാൻ പൊക്കോളാവേന്ന്. ഭയങ്കര കാർച്ചയായിരുന്നു. ഇനി പോകല. മതിയോ? മതി. കൊച്ചു പോലും കൊച്ച്. എന്നാ വർഷം എനിക്കറിയാവോ? ഇനിയിപ്പോ എന്നാ 5 മണിക്ക് എന്നാ ഇതിരിക്കുന്നു? വെയിലൊന്നുമില്ല. നീ അങ്ങോട്ട് പോക്കാം, ഞാൻ അങ്ങോട്ട് വന്നോളാം. ഞാൻ ഇവിടെ വെള്ളമില്ലാത്തതാണ്. ഇവിടെ അലക്കാൻ പോക്കൊക്കെ വെള്ളമില്ലാത്തൊന്നും നോക്കാം. ഇത് കഴിയുമ്പോൾ തന്നെ ഒരൊറ്റ പോക്കാം. അതെ, ഏപ്രിലല്ലേ? ഏപ്രിൽ ഞാനങ്ങ് പോകും. മഴ പെയ്യട്ടെ. വയനാട് പോവാ. വയനാട് പോവാന്ന്. അങ്ങനെ പറയാൻ കാരണം തുടങ്ങി. ഞാനിപ്പോ ചേട്ടനോട് ചോദിക്കാം എന്നാ പറ്റുന്നത്.
എന്നാ ഇവിടെ കിടക്കുന്ന കട്ടിലെ കിടക്കാതെ. കയറി കിടന്ന് ഉറങ്ങാൻ നോക്കടി. ഉറങ്ങാൻ നോക്കി കിടന്നോ. നീയിപ്പോൾ അവിടെ കിടക്കുമല്ലായിരുന്നു? കിടന്നോ, കട്ടിലെ കിടന്നോ. കിടക്ക. Alexa, light off. ആരും ഉറക്കിയതല്ല, അപ്പ ഉറക്കിയതല്ല. അപ്പ ഉച്ചയ്ക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ, വേണ്ടെന്നല്ല അതൊന്നും. അതിന് ഉറക്കണ്ടായിരുന്നോ? അതിന് അവള് കിടന്ന് നിലത്ത് കിടക്കുമായിരുന്നു ഉറങ്ങി. ഇവിടെ കിടന്ന് ഉറങ്ങാൻ നോക്കുമായിരുന്നു. നേരെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റി കിടത്തി. വേണ്ടായിരുന്നോ? നാരായണി മാത്രം എഴുതാക്കാത്ത ക്ഷീണക്കാരിയല്ലേ? ഏയ്, കുരുമുളക് എടുത്ത് കളയുവോ? ഇല്ലേ? ആയില്ലേ? ഇലകളെ ചെന്ന് ഇവിടുന്ന് അങ്ങ് പോ. ഈ വലുത് നടക്കണ്ട. സ്നേഹമുള്ള മരുമക്കളാണെങ്കിൽ കൊണ്ടുവിടും. സ്നേഹമില്ലല്ലോ. ഫോൺ എടുത്തോ? ചാർജർ വേണ്ടേ? ഞാൻ ആറ്റുകാര് പോകുന്ന അമ്മ ഇവിടെ ഗേറ്റിന്റെ അവിടെ വരെ കൊണ്ടുവിടെ. ഒരാള് ചിരിക്കുന്നത് എനിക്കല്ല, ചിരി കൊടുക്കും മുട്ടി നിൽക്കുകയാണ്. വെയില് നീ വരുന്ന
ആ ഷാമ്പൂയെ കൊണ്ടു. ചേച്ചി മക്കളെ എന്നെയും കൊണ്ടോളാ. അത് കുഴപ്പമില്ല. ആര് പണി കൊടുക്കണം? അങ്ങോട്ട് പോയി 10 രൂപ. അരക്കിലോ വേണം. വേറെ മാത്രം ഇല്ല കയ്യില്. 10 രൂപയിലും കുറേ ജയ. എവിടെ പോ നീ? വീട്ടിലോ? വീട്ടിൽ പോകുന്നതിന് ഇങ്ങോട്ടല്ലേ പോന്നെ? ശ്യാമള എവിടെ പോവാടി? അറിയത്തില്ലേ? ഏ ശ്യാമള എവിടെ പോവാന്ന് നിനക്കറിയോ? എവിടെയാ? ഏ അതെവിടെയാ? ആ ആണോ? എടി കള്ളി, നിനക്കിതൊക്കെ അറിയാലോ. താറാവേ താറാവേ താറാവേ. 10 രൂപ കല്യാണം. ഈ കല്ലേൽ എടുപ്പുണ്ട്. ഞങ്ങൾ ഇതിൽ നിന്ന് കല്ലേലൊക്കെ 10 രൂപ വെച്ചേക്കുന്നത്. അരകല്ലിന്റെ മേളില്. നീ എന്നെ ഇവിടെ ഡാൻസ് കളിക്കുന്നത്? നമുക്ക് മര്യാദയ്ക്ക് അതിനാ കയറി അവിടെ കയറി ഇരുന്നോ. നല്ല തണുപ്പാ അവിടെ. അരകല്ലിന്റെ മേലെ കണ്ടോ? ഞാൻ പിടിക്കില്ല. അയ്യോ കറിയാ. ഇവിടെ അങ്ങോട്ട് നടക്കണ്ട. നമ്മളിവിടെ മരം ഉള്ളൂ. ആരാണെ പോകുന്നത്? പോയിട്ട് വാടി. ഇല്ല, ഉടുപ്പ് ചോനിട്ടേ. ആ ഫസ്റ്റ് പൈനാപ്പിൾ ഒന്നും ഇല്ലല്ലോ. പൈനാപ്പിൾ ഉണ്ടാകുന്ന സമയമല്ലേ ഇപ്പം? പൈനാപ്പിൾസ് ഒന്നും ഇല്ലല്ലോ. വാ, വിറക് കൊണ്ടുപോ. അടക്കട്ടെ. അവിടെ വെച്ചേരെ പോകോ. കുറച്ച് അപ്പൊ ഞങ്ങൾക്ക് അവിടെ പോയാലോ? അവിടെ
കുളിച്ചില്ലല്ലോ, വെള്ളമില്ലാത്തതുകൊണ്ട് കുളിച്ചില്ല, അതുകൊണ്ട് വിളക്ക് കത്തിക്കത്തില്ല. ഷാമ്പൊക്കെ കുളിച്ചുകൊണ്ട് ഷാമ്പോയെ കൊണ്ട് വിളക്ക് കത്തിക്കുന്നു. ഓക്കെ, അങ്ങനെ പറയാനെന്ത് പറഞ്ഞോ? പോയില്ല, ചുമ്മാ ചെറിയ ഞുള്ളില് പിച്ച് കിച്ച് കുച്ച് എന്നാ വേണ്ടേ? ഏതാ നിനക്ക് ഇഷ്ടം? അടിയാണോ ഇഷ്ടം? കുസൃതി കാണിച്ചോ? ശ്യാമളമ്മ ഇല്ലാത്ത ഒന്നാം ദിവസം അതേ രീതിയാണ്. അറിയാവോ? അങ്ങനെ കത്തിക്കും. ഇവാ അമ്മ കാണിച്ചു തരാം. Manjula by Vishal and Shekhar, Shafkat Amanat and Nupur band from GeoSound. അലക്സ സ്റ്റോപ്പ്, പിടിച്ചോ. ആദ്യത്തെ കത്തിക്ക്, കത്തിയില്ലേ? അവിടെയും കൂടെ ഇതാ അങ്ങനല്ല, ഇന്നതാ ഇതൊക്കെ കത്തിച്ചോ. മിടുക്കി മിടുക്കിന്ന് പറ്റത്തില്ലേ? ഏതാ പറ, നീ പറ. ഇത് കത്തിച്ചില്ലേ? നാട് കത്തിച്ച് കത്തിക്കേ. ആൾക്കാർ മൊത്തത്തെ എടുക്ക്, മൊത്തത്തെ എടുക്ക്. സാരമില്ല, കത്തിക്ക്. ഇരിക്കുന്ന കൃഷ്ണൊക്കെ പേടിച്ചിരിക്കുക. എവിടെയാടി കത്തിക്കുന്നത്? ഇനി ഒന്ന് ചുറ്റിക്ക്. അമ്മ ചെയ്തോളാം. ഇത്രയും ചെയ്യാനെങ്കിൽ ബാക്കി എനിക്ക് ചെയ്യാൻ അറിയാന്ന് പറ. ഇനി പ്രാർത്ഥിക്കുക. ആര് പ്രാർത്ഥിക്കും? അത് തന്നെ വന്നോളൂ. ഹരിരാമ പ്രാർത്ഥന കീർത്തനം എടുത്തോ. എന്തേ ഹരിരാമ കീർത്തനം എന്തേ വായിച്ചിട്ടല്ലേ? കാറ്റ് നീ കഴിക്കടി. ഞാൻ കുടിക്കാൻ പോകും. ഞാൻ വായിച്ചോ, നീ കഴിക്ക. പ്രഭു ഹരിരാമ ഹരിനാമ ഹരിരാമ കൃഷ്ണ ഗോവിന്ദ. എന്നെ പറയുന്നു. ഹരേ പ്രഭു. എന്നടി എഴുതിയേക്കുന്നതിനകത്ത് ഒന്ന് വായിച്ച്. ഹരിരാമ കീർത്തനം ഈശ്വര പ്രാർത്ഥന. എന്നാ ഈശ്വര പ്രാർത്ഥന ഒന്ന് വായിച്ചേ. വായിക്കേ ചേച്ചി. പിന്നെ രാമ രാമ കത്തിക്കാണോ? അല്ല, ഓക്കോ. കത്തിക്കല്ല, പുകയ്ക്കുന്നു. പ്ലാസ്റ്റിക് പറഞ്ഞത് ഇത് തീരട്ടെ, കത്തി കഴിഞ്ഞ് നമുക്ക് നോക്കാം. കൊച്ചു വിളക്ക് കത്തിച്ച് ഭയങ്കര ഇതായിപ്പോയി, എന്താ പറയാ, മെച്ചൂർഡായിപ്പോയി.
പപ്പക്കാണ് അവിടെ നീ ഒരു ദിവസം പാല കടിക്കോ നീ നാളെ തൂക്കണം. നാളെ കണ്ടില്ല കേട്ടോ. ശരി. ഡി ഉള്ള എല്ലാം കൂടെ അങ്ങോട്ട് ഇടാതെ ഞാനാ തൂക്കുന്നത്. കാര്യം ചെയ്യ്, നല്ല ഉടുപ്പിട്ടോ. ആ മറ്റേ ആ എന്തൊരു ഉത്തരവാദിത്തമുള്ള മോള്. മടക്കി വെച്ചതാണോ ഓർക്കുന്നത്? അയ്യോ വേണ്ട, സഹായിക്കണ്ട. ഞാൻ പഠിപ്പിക്കാനാ? നീ കത്തിച്ചല്ലോ. ഇപ്പൊ കെടുത്തണ്ട, ഞാൻ പറയാം. നമുക്ക് TV ഉണ്ടാലോ? കുട്ടി പതിയെ പതിയെ കഴിക്കൂ. ഇവിടെ ആരും കഴിക്കാൻ പറ്റുന്നില്ല. ചുണ്ടരിയെ പോലുണ്ട് അല്ലേ? ശരിക്കും ചുണ്ടരിയ അടിച്ചാൻ പോയി. നീ ഒന്ന് കാണിച്ചേ. സാരിയുടെ നോക്കാൻ നീ എന്തിനാ കരഞ്ഞേ? എന്തിനാ പൊന്നെ കരഞ്ഞെന്ന് പറ. നാരായണിയെ പോയി ആശ്വസിപ്പിച്ചേ. നാരായണിയെ പോയി ആശ്വസിപ്പിച്ചേ. നാരായണി നീ വലിച്ചു പറഞ്ഞേ.